മാമുക്ക അറബി മുൻഷിയായിട്ട് മെയിൻ സ്ട്രീം സിനിമയിലേക്ക് ചുവട് വെച്ചത് ദൂരെ ദൂരെ കൊടുവിട്ടാം എന്ന് പറയുന്നതാണ്. അതിൽ മാമുക്കിപ്പോൾ പറയായിരുന്നു ആദ്യം 1-2 സീൻ മതി ആ ക്യാരക്ടറിന് അത്രേ ഉള്ളൂ. കാരണം അതല്ലെങ്കിൽ വലിയ റോളായിരുന്നെങ്കിൽ അരോമമണി പറയും ആ റോൾ ചെയ്യാനായിട്ട് ബഹദൂർ ഖാനെ വിളിക്കുക അല്ലെങ്കിൽ നൂഹുവിനെ വിളിക്കുന്നതൊക്കെ പറയുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു അത്? ആ സിനിമ കോഴിക്കോട് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞാനും ശ്രീനിയും മാറാണി പോയി താമസിച്ച് ശ്രീനി അവിടെ ഇരുന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് ലൊക്കേഷനൊക്കെ നോക്കാനായിട്ട് നമുക്ക് കുറച്ചൊരു ഗ്രാമീണമായിട്ടുള്ളൊരു സ്ഥലം വേണം. അപ്പോൾ ശ്രീനിയുടെ സുഹൃത്താണ് അശോകേട്ടൻ, ഡെക്കോർ. അപ്പോൾ അശോകേട്ടനും മാമുക്കയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അശോകേട്ടൻ വഴിയാണ് മാമുക്ക വരുന്നത്. അപ്പോൾ രാവിലെ മാമുക്ക വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരുമിച്ച് ലൊക്കേഷനൊക്കെ നോക്കും. അപ്പോൾ മാമുക്കയുടെ മറ്റ് പശ്ചാത്തലമൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഫറൂഖ് ഭാഗത്തൊക്കെയാണ് പോയി ലൊക്കേഷനൊക്കെ കണ്ട് ലൊക്കേഷൻ തീരുമാനിച്ചു. പിന്നെ ലൊക്കേഷൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സെറ്റ് ഇടണം സ്കൂളിൻ്റെ. അപ്പം മാമുക്കയ്ക്ക് അവിടുത്തെ ഈ തടിയുടെ മേഖലയിലുള്ള മാമുക്കയുടെ പരിചയങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി മാമുക്ക തന്നെയാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം അരമമണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുതിരവട്ടം വെപ്പ് നമ്മുടെ പടത്തിൽ വേണ്ടെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ അത് അവർ തമ്മിൽ അതിന് മുമ്പുണ്ടായ ഒരു പടത്തിൻ്റെ എന്തോ ഒരു കാര്യത്തിലുണ്ടായ ഒരു സൗന്ദര്യപ്പണക്കം എന്താണ്. അപ്പോൾ ഞാൻ പറയും ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പടം എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മൾ തുടക്കക്കാരനെന്ന നിലയിൽ നമുക്ക് അത്രമാത്രം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എല്ലാം സെറ്റായി നാളെ തുടങ്ങേണ്ട ഒരു ഷൂട്ടിങ് തുടങ്ങേണ്ട കാര്യമാണ്. ഞാൻ ശ്രീനിയുടെ പറഞ്ഞു ഇങ്ങനെ പറയുന്നു, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ശ്രീനിയും കുറച്ച് നേരമൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആ മാമൂനെ ഇട്ടാലെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു നമുക്ക് ലൊക്കേഷൻ കാണിക്കാൻ പറ്റുന്ന ആളാണ്. എന്താ പറഞ്ഞാൽ അയാൾ നല്ല നടനാണ്, അയാളുടെ സ്റ്റേജിലൊക്കെ കോഴിക്കോടത്തെ സ്റ്റേജിലെ വലിയ നടനാണ്, ധൈര്യമായിട്ട് വെക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ശ്രീനി പറയുമ്പോൾ പിന്നെ എനിക്ക് അതിനെപ്പറ്റി സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് മാമുക്ക. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഷൂട്ടിങ് തുടങ്ങണം. മാമുക്കയ്ക്ക് അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറയുന്നു. ഞാൻ രാവിലെ ലൊക്കേഷനിൽ ചെല്ലുമ്പം സ്കൂളിൻ്റെ അധ്യാപകരും കുട്ടികളൊക്കെ ആയിട്ടുള്ള സീനാണ് തുടങ്ങുന്നത് തന്നെ. ഞാൻ ലൊക്കേഷനിൽ ഇറങ്ങുമ്പോൾ ഒരാൾ ഈ വെളുത്ത മുണ്ടും ഒക്കെ ഇട്ട് തലയിൽ ഇട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നത്, വേഷത്തിൽ നിൽക്കുന്നത്. അതോടെ എനിക്ക് പിന്നെ സംശയം ഉണ്ടായില്ല, കാരണം കൃത്യമാള്. അങ്ങനെ അങ്ങ് തുടങ്ങായിരുന്നു അത്. പക്ഷേ മാമുക്കയുടെ നമ്മുടെ കാസ്റ്റിംഗ് ഏറ്റവും പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്യും. ഒറ്റ സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നത് സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് മാമുക്കയും ഈ അറബി മുൻഷിയും കയറി എന്നുള്ളതാണ്. ഇപ്പോൾ പോലും അതിനകത്ത് ഈ ഉപ്പുമാവ് എന്നൊക്കെ പറയുന്ന കോമഡികളും എല്ലാം ആൾക്കാരുടെ സജീവമായിട്ട് നിൽക്കുന്നതാണ്. ഒരുപാട് മാമുക്കയുടെ സ്ലാങ്ങിങ് കൊണ്ട് തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ രൂപീകരണത്തിൽ സഹായമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൂരെ ദൂരെ കൊടുവിട്ടാന്നുള്ള സിനിമയുടെ ക്ലിപ്പിംഗ്സിൻ്റെ കൂടെ അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ശൈത്താൻ വേണ്ട ഊമ നോക്കണായിരുന്നു നോക്കണേ ഇനി വേണക്ക് കോയാ. നിങ്ങൾ ഇവിടുന്ന് ബെല്ലെടുത്തോണ്ട് പോയോ? ആ കൊണ്ടേ. എന്നിട്ട് അതല്ലേ രാത്രി ഞാൻ പോയി തന്നായി. ഇയാളെന്തോടോ ചിട്ടിയുടെ കാശ് തരാത്തെ? തരൂലേ? എപ്പ തനിക്ക് തോന്നുമ്പോഴോ? കൈ കിട്ടുമ്പോ അതൊക്കെ പള്ളി പറഞ്ഞാ മതി. പള്ളിയിൽ വേറെ തന്നെ വല്ലതും പറയാനുള്ള ബുദ്ധങ്ങോട്ട് മറന്നുപോയാലോ? തിക്കും തിരക്കും തല്ലും പിടിയും കൂട്ടി ചിട്ടി പിടിച്ചോണ്ട് പോകുമ്പോ വായിലും നാക്കിലും ഒക്കെ തേനും പാൽ പായസം ഒലിക്കുമായിരുന്നല്ലോ. വാങ്ങിക്കാനുള്ള പണി എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. പിന്നെ അതാണ്ട് പോയിക്കോളിന്ന്. അപ്പോൾ ദൂരെ ദൂരെ കൊടുവിട്ടാന് ശേഷം രാരീരത്തിൽ അഭിനയിച്ചു. ആ സമയത്ത് തന്നെയാണ് സന്മനസ്സിൽ ചെയ്തു, ഗാന്ധിനഗർ ചെയ്തു അല്ലേ. അതിനുശേഷം നാടോടിക്കാൻ ഗഫൂർ കാ ദോസ്ത്. ഒരുപക്ഷെ ഇപ്പോഴും മാമുക്ക അറിയപ്പെടുന്നത് ഗഫൂർ കാ ദോസ്ത് എന്നുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നത് ആ സിനിമയിലുള്ളൂ. പക്ഷെ അവരെക്കാൾ പേര് എനിക്ക് കിട്ടി. ദാസനും വിജയനേക്കാൾ കൂടുതൽ ഗഫൂർക്കാണ്. പിന്നെ തുടർച്ചയായിട്ട് ഈ പേര് പിന്നെ പരാമർശിക്കുന്നുണ്ടല്ലോ. ഞാനില്ലാത്ത സമയത്തും ഗഫൂർഖാൻ എടുത്തെടുത്ത് പറഞ്ഞപ്പം ആ ക്യാരക്ടർക്ക് വല്ലാതെ വലിപ്പം കിട്ടി. മാമുക്ക ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തേക്കും സത്യനോട് തന്നെയായിരുന്നു. പിന്നെ സത്യൻ എല്ലാ പടത്തിലും ഉണ്ടാവും, ഒരു ആസ്ഥാന ആർട്ടിസ്റ്റാണ് സത്യൻ. പൊതുവെ അങ്ങനെയാണ്. സത്യനെ സ്ഥിരമായിട്ട് കുറേ ആൾക്കാരെ ഇല്ല. ഇപ്പം ഒടുവിളിയായിട്ടുണ്ടാവും, ലളിത ചേച്ചി, ഇന്നസെൻ്റ് ഏട്ടൻ. അപ്പോൾ സത്യനന്ദിക്കാട് ഇപ്പോൾ ടെലിഫോണിലുണ്ട്. അദ്ദേഹം പടത്തിൻ്റെ തിരക്കായതുകൊണ്ട് നേരിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, പക്ഷെ ടെലിഫോണിലുണ്ട്. നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാം. സത്യേട്ടാ,
കമൽ. ആ ഞങ്ങൾ സമാഗമത്തിലാണ്. ഞാൻ അറിഞ്ഞു. ഞാനിവിടെ മദ്രാസിലായി പോയി കമലെ. അറിയാം, വർക്കിലാണ് അല്ലേ. അപ്പൊ അതിന്റെ അതല്ലെങ്കിൽ മാമുക്കയുടെ പ്രോഗ്രാം, പ്രത്യേകിച്ചും കമൽ അത് വളരെ എനർജറ്റിക് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വന്നനെ. സത്യേട്ടന്റെ ആസ്ഥാന കലാകാരനാണ്, ആസ്ഥാന നടനാണ് മാമുക്ക. അതെ. ഇവിടെ ആളുകള് ചോദിക്കുക മാമുക്കയും ഇന്നസെന്റ് ലളിത ചേച്ചി ഉണ്ടല്ലോ, ബാക്കി ആരൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ ലിസ്റ്റ് കൊടുക്കും പ്രൊഡ്യൂസർമാര്, മാമുക്കയുടെ ഇന്നസെന്റിന്റെ പേര് എഴുതുമല്ലോ അല്ലെ. അതന്നെ. ഇവിടെ സിബി ഉണ്ട് കേട്ടാ. സിബി വന്നിട്ടുണ്ട് അവിടെ. ശരിക്കും മാമുക്കോയെ ഞാൻ പരിചയപ്പെടുന്നത്, എനിക്ക് ഒരു മുൻപരിചയം ഉണ്ടായിരുന്നില്ല മാമുക്ക. കാരണം കോഴിക്കോട്ടെ ഒരു നാടക കലാകാരനായിരുന്നല്ലോ അദ്ദേഹം. അപ്പം എന്റെ അടുത്ത് ശ്രീനിവാസൻ മുത്താരംകുന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ട്, ശ്രീനിവാസനെ നേരത്തെ അറിയാം, അശോകേട്ടൻ നിന്നും ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ബന്ധം ശ്രീനിവാസൻ മാമുക്കായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഒരിക്കൽ ഈ ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റിന്റെ മോഹൻലാലിന്റെ 2 സുഹൃത്തുക്കൾ വേണം എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, കണ്ടാൽ നിങ്ങൾക്ക് സുഹൃത്ത് ആണെന്ന് ബോധ്യപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ഉഗ്രൻ നടനെ ഞാൻ തരാമെന്നു. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുള്ള ഒരു നടനാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ പുള്ളി പറഞ്ഞു, മുത്താരംകുന്നിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. സോറി, മുത്താരംകുന്നല്ല, ദൂരെ. അത് ഷൂട്ടിംഗ് കഴിഞ്ഞ സമയം, അത് റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ആ സമയത്ത് എന്റെ അടുത്ത് ശ്രീനിവാസൻ പറഞ്ഞിട്ട് ആണ് നമുക്ക് എന്നെ കാണാൻ വരുന്നത്. പെട്ടെന്ന് കണ്ടപ്പോ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ ശ്രീനിവാസൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ. പക്ഷെ നല്ല നടനാണെന്ന് ശ്രീനിവാസൻ പറഞ്ഞ നിലയ്ക്ക് അതിനെന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ലല്ലോ. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോ എനിക്കിത് മനസ്സിലായി, മാമുക്കോയ എന്റെ ഒരു കുടുംബാംഗമാവാൻ പോവാണ്. കാരണം മലയാളത്തിലെ അനായാസമായ അഭിനയത്തിന്റെ ഏറ്റവും വളരെ നല്ല ഒരു ഉദാഹരണമായി മാറുന്ന നടനാണ് മാമുക്കോയ എന്ന് എനിക്ക് തോന്നി. അത് ആ ബന്ധം ഈ നിമിഷം വരയ്ക്കും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഞങ്ങളതാ പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യൻ ഇപ്പൊ എന്ത് ധൈര്യത്തിലാണ് ഈ പടത്തിൽ മാമുക്കയെ എടുക്കാത്തെ? മാമുക്കോയെ ഞാൻ ഒരു സീനിലാണെങ്കിലും അത് മാമുക്കോയുടെ ഒരു ഇമ്പോർട്ടൻസ് വ്യക്തമാക്കുന്ന രംഗമുണ്ടെങ്കിലാണ് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാൻ. അതായത് വെറുതെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോ മാത്രമല്ല, മാമുക്കോയ ഇല്ലെങ്കിലും ഇത്തവണ ഞാൻ ഓരോ ദിവസവും മാമുക്കോയെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു. കാര്യം നായിക അടക്കം പുതിയ അഭിനേതാക്കളാണ് എന്റെ പുതിയ സിനിമയിൽ കൂടുതലുള്ളത്. അവരോട് ഞാൻ പറയും, മാമുക്കയെ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. കാരണം സെറ്റിൽ വന്നാൽ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ച് അത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ, എന്ത് തമാശയായാലും കാര്യങ്ങളിൽ മാമുക്കോയ കടക്കാറുള്ളൂ. അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറയാറുള്ളത്, മാമുക്കോയെ കണ്ടുപഠിക്കണം. മോഹൻലാലിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചിട്ടുള്ള നടനാണ് മാമുക്കോയ. പിന്നെ സ്വന്തം അഭിപ്രായങ്ങൾ ആരോടും തുറന്നു പറയാൻ ഒരു മടിയല്ല. അത് രാഷ്ട്രീയമാണെങ്കിൽ പോലും മാമുക്കോയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള ആളാണ്. അത് തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. അതുപോലെ തന്നെ ആക്ട് ചെയ്യുമ്പോൾ അഭിനയിക്കുകയാണോ എന്ന് നമുക്ക് മനസ്സിലാകാത്ത വിധത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനായാസതയുടെ ഏറ്റവും വലിയ ഉദാഹരണം. അങ്ങനെ മാമുക്കോയെ ഇരുത്തി എനിക്ക് കൂടുതൽ പുകഴ്ത്തി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇല്ലാത്ത സമയത്താണ് ഞാൻ കുറെ കൂടി പറഞ്ഞത്. സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കുമ്പോഴേ എല്ലാവർക്കും മാമുക്കയെ പറ്റി പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ്. അല്ല, പണ്ട് എന്റെ അടുത്ത് പ്രൊഡ്യൂസേഴ്സ് പറയാറുണ്ട്, ഈ ഡേറ്റുകൾ ആരെങ്കിലും ചോദിച്ചു വന്നാൽ സത്യനന്ദിക്കാരന്റെ സിബി മലയിന്റെയും പടം ലിങ്കിൽ വരാന്ന് പറയാറുണ്ട്. ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോ മിസ് ചെയ്യുന്നത് ഈ കാലഘട്ടം തന്നെയാണ്. ഇപ്പൊ ഒടുവിലും മാമുക്കോയൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ക്യാമറയുടെ പുറകിൽ നിൽക്കാൻ ഒരു വലിയ സന്തോഷമാണ്, വലിയ ഹരമാണല്ലോ. നമുക്ക് അത്തരം നടന്മാരും നടികളൊക്കെ കുറഞ്ഞു തുടങ്ങി എന്നുള്ള ഒരു സങ്കടം നമ്മളെല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതാണ്, അല്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ ഞങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത്രയും നമ്മളെല്ലാവരും കടന്നു പോകുന്ന അത്തരം ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഗഫൂർ എന്നുള്ള കഥാപാത്രം കൊണ്ട് ആ സിനിമയെ എത്രത്തോളം ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത്. മാമുക്കെന്താ മിണ്ടാത്തൊന്നും? അതെ, ഒന്നും മിണ്ടാത്ത. മാമുക്കൊന്നും മിണ്ടുന്നില്ലല്ലോ, കേട്ട് സൂചിച്ചിരിക്കുകയാണ് അല്ലേ? അല്ല, ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് ഇരിക്കുകയാണ്, പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, മലയാള സിനിമയിലെ എതിരഭിപ്രായങ്ങളില്ലാത്ത നടൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നമുക്ക് ഡയറക്ടേഴ്സിനെ. ഇപ്പൊ ഈ പുതിയ സിനിമയില് നമ്മുടെ ഉസ്താദ് ഹോട്ടൽ എന്നുള്ള സിനിമ കണ്ട് ഞാൻ ഇറങ്ങി വരുമ്പോ ആ കുഞ്ചാക്കോ ബോബനാണല്ലേ എന്ന് ആസിഫ് ചോദിക്കുന്ന ഡയലോഗിലൂടെ
തിയേറ്റർ ഉയർത്തിയ ഒരു പൊട്ടിച്ചിരി എന്ന് പറയുന്നത്. അത് ഞാൻ അവരെ അൻവർ റഷീദിന്റെ അടുത്തും അഞ്ജലിമാന്റെ അടുത്തും ഞാൻ പറഞ്ഞു, അത് ടേക്ക് സമയത്ത് മാമുക്കോയെ തന്നെ പറഞ്ഞാണെന്ന് പറഞ്ഞു. അതെ. അപ്പൊ എന്തായാലും വലിയ സന്തോഷം കമലെ. വളരെ സന്തോഷം സത്യേട്ടാ. തീർച്ചയായിട്ടും പുതിയ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും സന്തോഷം. പുതിയ തീരങ്ങൾ, പുതിയ തീരങ്ങള്. അത് കഴിഞ്ഞ അടുത്ത മാമുക്കോയെ അഭിനയിക്കുന്ന അടുത്ത സിനിമയായിട്ട് ഞാൻ ഉടനെ വരും. ഓ തീർച്ചയായിട്ടും. ഓക്കെ 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 താങ്ക് യു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സത്യേട്ടനും പറയാനുള്ളത്. കാരണം അത് പുകഴ്ത്തലല്ലേ, എന്തിനാ വെറുതെ നമ്മൾ പുകഴ്ത്തൽ എന്ന് പറഞ്ഞത്? യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞൊന്നും കേട്ടല്ല സത്യം പറഞ്ഞത് എല്ലാം അതിനകത്ത്. അപ്പോൾ ഇപ്പോൾ സത്യേട്ടൻ്റെ ഒരുപാട് സിനിമകളിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പല കഥാപാത്രങ്ങളുണ്ടെങ്കിലും എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഗഫൂർ കാ ദോസ്ത്, അല്ലെങ്കിൽ ഗഫൂർ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ നാടോടിക്കാറ്റില്ലേ, അതൊന്നും നമുക്ക് എന്തായാലും കണ്ടേ പറ്റൂ ഇവിടെ. അതിൻ്റെ ക്ലിപ്സ് കാണാം. പിന്നെ ഒരു പുറപ്പെടുകയായി, ആ പൈസ കൊണ്ട് എടുത്തോളി. അല്ല ഗഫൂർക്ക വരുന്നില്ലേ? ഞാൻ വരുന്നേന്ന് കയറിയതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്ത് വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ഒരു പ്രശ്നമില്ല, മുഴുവനുണ്ട്. പശുവിനെ വിറ്റതും നുള്ളി പെറുക്കിയതും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ഭാവി ഗഫൂർക്കന്റെ കയ്യിലാണ്. അത് നിങ്ങളിപ്പോ എത്ര പറയാനുണ്ടോ? ആ പിന്നെ അറിവിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. എന്നാ പോന്നോളി. അല്ല ഇതാണോ ഒരു പുറത്താണ്, നമ്മളിതിൽ അങ്ങോട്ട് എത്തണ്ടേ? മാമുക്കായുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടൻ ഭാഷയുടെ ഒരു ശൈലി മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായിട്ട് കൊണ്ടുവന്ന മാമുക്കയാണ്. ആദ്യകാലത്ത് മാമുക്കായുടെ സംഭാഷണം ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പോലും എങ്ങനെ ധൈര്യപ്പെട്ടിട്ട് വീണ്ടും ഈ സംഭാഷണ ശൈലി തന്നെ നിലനിർത്തിയിട്ട് അല്ല, അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളൊക്കെ അഭിമുഖിച്ചിട്ടുള്ള കാര്യമാണ്. മാമുക്ക പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. മാമുക്കൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും മറ്റുള്ളവർ പറഞ്ഞു? ഇല്ല. പലരും എന്നോട് പറഞ്ഞത് നിങ്ങളെ ഈ ഭാഷയാണ് നമ്മൾ ആകർഷിച്ചത്. അതെ. പിന്നെ നമുക്ക് ഏറ്റവും ഈ കോമഡി മാത്രമല്ല എന്നുള്ളത്, വെറും ഒരു തമാശ കഥാപാത്രം ചെയ്യുന്ന ആളല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള കിട്ടിയ അവസരമാണ് പെരുമഴക്കാലത്തിലൊക്കെ വേഷങ്ങൾ എന്ന് പറയുന്നത്. അത് പെരുമഴക്കാലാണ് എൻ്റെ ശരിക്കും അത്തരത്തിൽ മാമുക്കായ്ക്കുള്ള ഒരു സാധ്യതയെ ഇനിയും ഉപയോഗപ്പെടുത്തിയിട്ടില്ല നമ്മൾ മലയാളം സിനിമ. അതിനുശേഷവും അങ്ങനെ ഉപയോഗപ്പെടുത്തി കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അതിനുണ്ടാകണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരിക്കും പെരുമഴക്കാലം റിലീസായി ജനങ്ങൾ പറഞ്ഞ ശേഷമാണ് ഏറ്റവും എന്നുള്ള ശ്വാസം വീണത്. നമുക്കൊക്കെ ഒരു ധൈര്യം. അതെ. അല്ല, പക്ഷെ എനിക്കെന്താ പറയുക, ഞാൻ ആ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം മാമുക്കോട് പറഞ്ഞില്ല, ഇപ്പോൾ ആ റോള് മാമുക്ക തന്നെ ചെയ്താൽ മതി എന്ന് പറയുകയും അതിനുശേഷം ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞ് ഞാൻ മാമുക്കോട് പറഞ്ഞത് താടി പഠിക്കണ്ട, ക്ലീൻ ഷേവ് വേണ്ട, കുറച്ച് തിരികെ. പക്ഷെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുറ്റി രോമമായിട്ട് മാമുക്ക സെറ്റിൽ വന്ന് ഇങ്ങനെ വെറുതെ നിൽക്കും. മാമുക്ക തമാശകൾ പറയാറുണ്ടായിരുന്നില്ല ആ സെറ്റിൽ അധികം. അപ്പോൾ ഞാൻ റസാഖിൻ്റെ അടുത്ത് പറഞ്ഞു, മാമുക്ക ആ ക്യാരക്ടർ ആകുന്ന ഒരു സംഭവം, ആ നിപ്പിൽ വല്ലാത്തൊരു ധൈര്യത ഉണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എൻ്റെ അമൃതത്തിൽ അഭിനയിക്കാൻ വന്നത്. ആ മീശ വരെ തേച്ചിട്ട് ഈ വെള്ള മീശ പോകാതിരിക്കാൻ വേണ്ടി അതിന് എന്തൊക്കെ തേച്ചിട്ട് എൻ്റെ സിനിമ. പിന്നെ മാമുക്കയുടെ ഒറിജിനൽ കഥാപാത്രം അല്ലെങ്കിൽ മാമുക്കക്ക് പരിചിതമായ മേഖലയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ് കാണാക്കനാവ്. കല്ലായി തന്നെ ഷൂട്ട് ചെയ്ത് കല്ലായി തന്നെ ചായക്കടയിട്ട് ചായക്കടക്കാരനായി. മാമുക്കായ്ക്ക് വളരെ പരിചിതമായ ആ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ആ സിനിമ. പ്രത്യേകിച്ചും ആ കല്ലായി പുഴയുടെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിസൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന സിനിമയിൽ ഹിസൈനസ് അബ്ദുള്ളയിലെ ബോംബെയിൽ പോയി മാമുക്കയെ ശ്രീനിവാസൻ കാണുന്ന ഒരു സീനുണ്ട്. ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരാളെ വേണം കൊല്ലാനായിട്ട്. അപ്പം പലരെ കാണിച്ചു കൊടുക്കും, അവിടെ ഇരിക്കുന്ന കുറേ ഗുഡകളെയൊക്കെ പുള്ളി കാണിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൊട്ടാരത്തിൽ കയറ്റാൻ പറ്റില്ല. ശ്രീനി കുറേ പറയും, പിന്നെ പ്രേം നസീറിനെ പോലെയുള്ള ആളെ വേണമെന്ന്. കൊല്ലാനുള്ള ആൾ പ്രേം നസീറിനെ പോലെ ഉണ്ടാവണം. അങ്ങനെ ഇപ്പോൾ എല്ലാം കൂടെ ഒത്തൊരാൾ വേണമെങ്കിൽ ഇപ്പം ഞാൻ തന്നെ സിനിമ തന്നെയായിട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മാമുക്കാനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു നടനായിരിക്കും ബഹദൂർ അല്ലേ? ബഹദൂർക്കായിട്ടും അവസാന കാലത്ത് ഭയങ്കര ഒരു ബന്ധം. സിനിമക്ക് മുമ്പേ ബന്ധമുണ്ട്. ബഹദൂർക്ക് കോഴിക്കോട്ട് നാടകമായിട്ട് വരും. ഇവരൊരു അംബാസഡർ കാറിൽ ആകെ 3-4 ആളെ വരുള്ളൂ. ബാക്കി അവിടുന്നൊക്കെ വിളിച്ചൊപ്പിച്ചിട്ട് ഫില്ല് ചെയ്യലാണ്. വല്ലാത്ത പഹയനും ഈ മാണിക്ക കൊട്ടാരം 2-3 നാടകങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബഹദൂർക്കാക്ക് കോഴിക്കോട് ഒരുപാട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഫറൂഖ് കോളേജിൽ പഠിച്ചത് കൊണ്ട് അവരൊക്കെ ഞാനേറ്റു പരിചയമുള്ള ആളാണ്. അങ്ങനെ അവർ ബഹദൂർ നമ്മളെ സ്വന്തം ആളാണ്. അങ്ങനെ വരുമ്പം പോവും, കാണും, ചെറിയൊരു പരിചയമുണ്ട്. പിന്നെ ബഹദൂർക്ക് കല്യാണം കഴിച്ചത് കോഴിക്കോട്ടായതുകൊണ്ട് ആ കുടുംബം അമ്മക്കായിട്ടൊക്കെ ഞാനും കുറച്ച് ഒരടുപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനും കൂടി സിനിമയിൽ എത്തി വെക്കുമ്പം ഞാനും ബഹദൂർക്കും ഭയങ്കര അടുപ്പായിപ്പോയി. എൻ്റെ വീടിന് തറട്ടന്ന് ആ ഡേറ്റ് ചോദിച്ച് ഓർമ്മയാക്കി വന്ന ആളാണ്. എനിക്ക് എന്നെ സഹായിക്കാൻ പറ്റിയില്ല എന്നെ കരഞ്ഞു. പ്രേം നസീർ വീടെടുക്കുമ്പോഴും ഞാൻ അയാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അയാളുടെ അടുത്ത് ഇല്ലാഞ്ഞിട്ടല്ല,
എൻ്റെ ഒരു സന്തോഷം. പങ്കിന് വേണ്ടിയിട്ട് അത് തരാൻ എനിക്ക് പറ്റുന്നില്ല എന്നുണ്ട് കാര്യമൊക്കെ ചെയ്തു. അത്ര വലിയൊരു അടുപ്പുണ്ടായിരുന്നു. അവസാന സിനിമയിലും അല്ല ബഹദൂർക്കയുടെ അവസാന സിനിമയിലും ഒരുമിച്ച് ആ ലോഹിയുടെ ജോക്കർ അഭിനയിക്കുക. എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് തോന്നിയല്ല, ഇപ്പം ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബഹദൂറിൻ്റെ ഒരു പിന്തുടർച്ച തന്നെയാണ് മാമുക്ക സിനിമയിൽ. കഥാപാത്രം കൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ആയതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, ഒരു സ്വസിദ്ധമായ ഒരു ശൈലി അഭിനയത്തിലായാലും ശരി, പിന്നെ ജീവിത സാഹചര്യങ്ങൾ, ഒരുപാട് സൗഹൃദ വലയം, അങ്ങനെ ആ രീതിയിലല്ല നമുക്കതിനെ നോക്കി കാണാവുന്നതാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. ഏതാണ്ട് ബഹദൂർ ഖാൻ്റെ കണക്ഷൻസും ഒക്കെ നമുക്കവിടെ ഒരു സൗഹൃദ വലയം അങ്ങനെ തന്നെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അതിപ്പം വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന് പറഞ്ഞ പടത്തിൽ ഞാനൊരു വേഷം ചെയ്തു. പലരും എന്നോട് ചോദിച്ചാൽ ബഹദൂർ ഖാൻ അനുകരിച്ചതല്ലേ എന്നാണ്. ഞാൻ പറഞ്ഞു അനുകരിച്ചതല്ല, ചിലപ്പോൾ കുട്ടിക്കുപ്പായത്തിലെ ബഹദൂർ ഖാൻ്റെ ക്യാരക്ടർ ഉപയോഗിച്ച് കുറച്ച് സാമ്യം നല്ലപോലെ ഉണ്ട്. ഇത് നല്ല തമാശ, അതിലെ ഒരു ഡയലോഗ് ഏകദേശം അതേപോലത്തെ ഒരു സംഭവം വെള്ളരിപ്രാവിൻ്റെ നമുക്ക് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു സൗഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സിവിക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ അല്ലേ പകരം വെക്കാനില്ലാത്ത ഒരുപാട് പ്രതിഭകളായിട്ടുള്ള നടന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ശങ്കരാടി ചേട്ടൻ, കുതിരവട്ടം പപ്പു, ജഗതി, ഇന്നസെൻ്റ്, ആ കൂട്ടത്തിൽ തന്നെയാണ് മാമുക്ക അല്ലേ? മാമുക്ക ഉള്ളതുകൊണ്ട് മാമുക്കയ്ക്ക് വേണ്ടി കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നൊരു രീതി തന്നെ പിന്നീടുണ്ടായി. മാമുക്ക ഈ കഥാപാത്രം മാമുക്കയ്ക്ക് ചേരുമെന്ന് വെച്ചാൽ എഴുതുന്ന ഘട്ടത്തിൽ തന്നെ അത് മാമുക്കയ്ക്ക് വേണ്ടി രൂപപ്പെട്ടു വരുന്ന ഒരു രീതിയാണ്. ഇപ്പം ലോഹി എഴുതുമ്പോൾ പോലും, ശ്രീനി എഴുതുമ്പോൾ പോലും മാമുക്ക ഇത് ഫിറ്റാണ്, അല്ലെങ്കിൽ മാമുക്കയെ മനസ്സിൽ കണ്ടു തന്നെ എഴുതാൻ തുടങ്ങുന്നൊരു രീതി ഉണ്ടായി. അതാണ് ഒരു അഭിനേതാവിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. എനിക്കുള്ള സ്വസിദ്ധമായ ശൈലി എന്നൊക്കെ പറയുന്നത് നമ്മളൊരു നടന്മാർക്ക് അത് വെറുതെ പറയുന്നതല്ല നമുക്ക്, കാരണം അത് തന്നെയാണ്. അത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഒരു എന്താ പറയുക നടനെ ആ രീതിയിൽ തന്നെ ഓർക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കോഴിക്കോട് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന തന്നെയാണ് മാമുക്ക, യാതൊരു സംശയമില്ല. വന്ന പശ്ചാത്തലം അല്ലെങ്കിൽ മാമുക്ക ചെയ്ത ജോലികൾ ഇതെല്ലാം അഭിമാനത്തോടെ ഇന്നും പറയുകയും അതിൻ്റെ ഓർമ്മകൾ ഏറ്റവും സന്തോഷകരമായിട്ട് ഇപ്പോഴും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളാണ്. ഒരിക്കലും മാമുക്കയെ കിട്ടിയ പ്രശസ്തിയോ അല്ലെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധികളോ ഒന്നും വ്യക്തിയെ വ്യക്തിയല്ലാതാക്കി തരുന്നില്ല. അതാണ് എപ്പോഴും പലപ്പോഴും ആൾക്കാർ മാറിപ്പോകുന്നത് അവിടെയാണ്. പ്രശസ്തി വരുമ്പോൾ അല്ലെങ്കിൽ ധനം വരുമ്പോൾ ഒക്കെ വേറൊരു വ്യക്തിയായിട്ട് മാറുന്നില്ല. നമ്മൾ അതവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്കൊരാളെ കാണാൻ കഴിയുന്നത്. അപ്പോൾ സമാഗമത്തിൽ വന്നതിൽ നമസ്കാരം.